മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസിലെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. മന്ത്രി MB രാജേഷ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വികസന കാര്യത്തിൽ കേരളത്തെ സ്മാർട്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന പുതിയ വികസന സംസ്കാരമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താലയിൽ നമ്മൾ 22 സ്കൂളിന് ഫണ്ട് അനുവദിച്ചു. 5 കൊല്ലം കൊണ്ട് കല്ലിട്ടത് 19 സ്കൂളിനേ ഉള്ളൂ. 18 പണി കഴിഞ്ഞു. ബാക്കി 3 കല്ലിടാറായിട്ടില്ല. ഇപ്പൊ ഫണ്ട് വന്നതേ ഉള്ളൂ. ഫണ്ട് അനുവദിച്ചതേ ഉള്ളൂ, വന്നിട്ടില്ല. ഈ ബജറ്റിലാണ് അനുവദിച്ചത്. ഏപ്രിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോഴേ പൈസ വരും. കല്ലിട്ട 19 18 പണി കഴിഞ്ഞു. 1ന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. സ്മാർട്ട് വില്ലേജ് ഓഫീസ് നമ്മള് കല്ലിട്ടത് 3 2 പണി കഴിഞ്ഞു. 1ന്റെ പണി നടക്കുന്നു. പിന്നെ റോഡ് 29 ഫണ്ട് ലഭ്യമാക്കി. 25 നിർമ്മാണോദ്ഘാടനം നടത്തി. 15 പണി കഴിഞ്ഞു. ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ കാര്യമല്ല ഇത് നടക്കാറില്ല. അപ്പോ തൃത്താല ഗവൺമെന്റ് കോളേജ് 8,60,00,000 കിഫ്ബി ഫണ്ട് 1.5 കൊല്ലം കൊണ്ട് പണി. ബ്ലോക്കും വലിയൊരു ബ്ലോക്കിന്റെ പണി പൂർത്തിയാക്കി 1.5 കൊല്ലം. അതുപോലെ തൃത്താല ആശുപത്രി വേറൊരു ഉദാഹരണമാണ്. 12.5 കോടിയുടെ കെട്ടിടം ഞാൻ തന്നെയാണ് കല്ലിട്ടത്. അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ഞാൻ എന്തായാലും ഉദ്ഘാടനത്തിന് വരാം. ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിന് ഇപ്പോൾ വരാൻ പറ്റുന്ന സ്ഥിതി എല്ലാ ആരോഗ്യമന്ത്രിക്കുന്നുള്ളത്. ഇതാ ഇപ്പോൾ ഉദ്ഘാടനം നടക്കാൻ പോവാണ്. കല്ലിട്ട സർക്കാരിന്റെ കാലത്ത് തന്നെ ഉദ്ഘാടനം നടക്കുക എന്ന അപൂർവതയല്ല ഇപ്പോൾ. എക്സൈസ് റേഞ്ച് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനായി സ്ഥലം സൗജന്യമായി നൽകിയ മോഴിക്കുന്നത്ത് പ്രമദത്ത് നമ്പൂതിരിയെയും അമ്മ ശ്രീദേവി അന്തർജനത്തെയും മന്ത്രി ആദരിച്ചു. 20 സെന്റ് സ്ഥലം കൂടി സൗജന്യമായി കെട്ടിട നിർമ്മാണത്തിന് നൽകുന്നതായി പ്രമദത്ത് നമ്പൂതിരി ചടങ്ങിൽ സൂചിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എൻഫോഴ്സ്മെന്റ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ S ദേവ് മനോഹർ, ജോയിന്റ് എക്സൈസ് കമ്മീഷണർ S കൃഷ്ണകുമാർ, ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സതീഷ്, KR അജിത്, VP മഹേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.